8ാം ക്ലാസ് കേരള പാഠാവലിയിലെ മൊഴിമുത്തുകൾ എന്ന 4ാമത്തെ യൂണിറ്റിലെ ഒരു തൂവലിൻ്റെ കഥ എന്ന ഭാഗം മനസ്സിലാക്കാം. ഇത് ആശാമേനോൻ എഴുതിയ അടരുന്ന കക്കകൾ എന്ന യാത്രാവിവരണത്തിലേതാണ്. ഈ കൃതിയിൽ ആശാമേനോൻ താൻ കണ്ട ഭൂപ്രകൃതിയെക്കുറിച്ച് മാത്രമല്ല അവിടുത്തെ നാടോടി കഥകൾ കൂടി പരിചയപ്പെടുത്തുന്നു. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ പർവ്വതനിരകളിൽ പ്രചാരത്തിലുള്ള ഒരു നാടോടി കഥയെക്കുറിച്ചാണ് പാഠഭാഗത്ത് പറയുന്നത്. മരുഭൂമിയുടെ പ്രധാന ഭാഗത്തെവിടെയുള്ള ഒരൽപ്പം തെളിനീർ ഊറുന്ന ജലാശയമുണ്ട്. അതിനരികിലേക്ക് ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഒരു ബാലൻ വരികയാണ്. കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കുടിക്കുന്ന സമയത്ത് കൈക്കുമ്പിളിലെ വെള്ളത്തിൽ ഒരു പത്മരാഗ പക്ഷിയുടെ പ്രതിബിംബം അവൻ കാണുന്നു. മഹാകാശങ്ങളിലേക്ക് അതിവേഗം പറന്നു ചെല്ലാൻ കഴിയുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ചുവപ്പുള്ള പത്മരാഗ പക്ഷി. അവൻ അതിനെ അന്വേഷിച്ചിറങ്ങുന്നു. കാലങ്ങൾ കടന്നുപോയി. പലരോടും അന്വേഷിക്കുന്നു. ആരും കണ്ടവരില്ല. ചുമന്ന ചിറകുള്ള ഒരു കൈതലത്തോളം മാത്രം പോന്ന ശരവേഗത്തിൽ പറക്കാൻ കഴിയുന്ന ആ പക്ഷിയെ തേടിയലിഞ്ഞ ആ ബാലന് അവസാനം ഒരു വൃദ്ധൻ വടക്കൻ പർവ്വതനിരകളിലേക്ക് അത്തരമൊരു പക്ഷി പറന്നകലുന്നത് കണ്ടു എന്ന് പറയുന്നു. കയറി ചെല്ലാൻ എളുപ്പമല്ലാത്ത ആ പർവ്വതത്തെയും കീഴടക്കി അവൻ മുന്നോട്ട് പോകുന്നു. മുകളിലേക്ക് എത്തുമ്പോഴേക്കും അവൻ കുഴഞ്ഞു വീഴുന്നു. മരണം അവനെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് ഒരു പത്മരാഗത്തൂവൽ നീർത്തിപ്പിടിച്ച കൈവള്ളയിൽ വന്നു വീഴുന്നു. നിങ്ങളുടെ കൺമുന്നിലും പിന്തുടർന്ന് ചെല്ലാൻ പ്രേരിപ്പിക്കുന്ന തലത്തിൽ ഒരു ചിറകടി കണ്ടിട്ടുണ്ടോ എന്ന് ഇവിടെ രചയിതാവ് നമ്മോട് ചോദിക്കുകയാണ്. ആ ചിറകടി നമ്മുടെ സ്വപ്നങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയുമാണ്. സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും പുറകെ പോകുന്ന മനുഷ്യരെക്കുറിച്ചാണ് ഈ നാടോടി കഥ പറയുന്നത്. കൈക്കുമ്പിളിലെ വെള്ളത്തിൽ പതിയുന്ന പത്മരാഗ പക്ഷിയുടെ ചിത്രം പിന്നീട് ആ ബാലൻ്റെ സ്വപ്നമായി മാറുന്നു. അതിനെ കണ്ടെത്തുന്നത് അവൻ്റെ ജീവിത ലക്ഷ്യമായി മാറുന്നു. അവസാനം മരണത്തിന് തൊട്ടു മുമ്പ് അതിൻ്റെ ഒരു തൂവൽ അവൻ്റെ കൈവള്ളയിൽ വന്ന് വീഴുകയാണ്. നേരിട്ട് കാണാനായില്ലെങ്കിലും അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നതിൻ്റെ തെളിവാണ് ആ തൂവൽ. ഇവിടെ പത്മരാഗ പക്ഷി എന്നത് മനുഷ്യൻ്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമാണ്. പത്മരാഗ പക്ഷിയുടെ നിറം കണ്ണഞ്ചിപ്പിക്കുന്ന ചുവപ്പാണ്. ഒരു കൈതലത്തോളം പോന്ന കുഞ്ഞു പക്ഷി. പക്ഷെ അതിന് ശരവേഗമാണ്. മനുഷ്യൻ്റെ സ്വപ്നങ്ങളും ഇങ്ങനെ തന്നെയാണ്. പത്മരാഗ പക്ഷിയുടെ മനം മയക്കുന്ന ചുവപ്പ് പോലെ നമ്മുടെ സ്വപ്നങ്ങളും നമ്മെ വല്ലാതെ ആകർഷിക്കുന്നവയാണ്. അതുകൊണ്ടാണ് അത് നേടാനായി നമ്മുടെ മനസ്സ് കൊതിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ സ്വപ്നങ്ങൾക്ക് ശരവേഗവുമുണ്ട്. ഒരു അമ്പ് പായും പോലെ അത് മുന്നോട്ട് പോകും. ലക്ഷ്യത്തിലേക്ക് അടുക്കും തോറും ശരവേഗത്തിൽ അവ നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. എന്നാൽ കഠിനാധ്വാനവും പ്രയത്നവും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ ബാലനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടായിട്ട് അവൻ തളരാതെ തൻ്റെ ലക്ഷ്യത്തിന് പുറകെ പോവുകയാണ്. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വിവിധ പ്രതിസന്ധികളിൽ തളരാതെ സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച് അവ സ്വന്തമാക്കിയ എത്രയോ ആളുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വിവിധ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായ മഹത്തായ വ്യക്തികളൊക്കെ നിരവധി ദുരന്തങ്ങളെ തരണം ചെയ്തു വന്നവരാണ്. നമ്മുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും കഠിനാധ്വാനം കൊണ്ട് നേടിയെടുക്കാമെന്ന് ഒരു തൂവലിൻ്റെ കഥ എന്ന പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നു.